ഹലോ, ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളിൽ ചിലരെങ്കിലും മറന്നുപോയതും എന്നാൽ വളരെ കുറച്ച് പേർ മാത്രം ഓർത്തിരിക്കുന്നതുമായ ഒരു കാര്യത്തെപ്പറ്റിയാണ്. അങ്ങനെയുള്ള ഈ ഒരു കാര്യം എന്നെ എല്ലാ മാസവും ഒരിക്കലെങ്കിലും വിളിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. എന്നെ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിച്ച പ്രായമുള്ള സ്ഥിരമായിട്ട് പള്ളിയിൽ വരുന്ന ഒരു ചേച്ചിയാണ്. വേറൊന്നും പറയാനല്ല, കൊച്ചെ പള്ളിയിലെ ഹന്നാവെള്ളം തീർന്നിട്ട് കുറേ ദിവസമായി കേട്ടോ എന്ന് പറയാനാണ്. അങ്ങനെ ഇന്നും വന്നു അങ്ങനെ ഒരു കോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കാര്യത്തെപ്പറ്റി എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കാമെന്ന്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഹന്നാവെള്ളത്തിന് വലിയൊരു പങ്കുണ്ട് കേട്ടോ. കേരള നസ്രാണി പാരമ്പര്യത്തിലും ഈ ആചാരത്തിന് ഒത്തിരി പഴക്കമുണ്ട് കേട്ടോ. കേരളത്തിലെ നസ്രാണികൾ ഈ പുണ്യജലത്തിന് ഹന്നാൻ വെള്ളം എന്നാണ് പറയുന്നത്. ഹന്നാന എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം കനിവ്, കരുണ എന്നൊക്കെ, അനുഗ്രഹത്തിൻ്റെ അഥവാ കാരുണ്യത്തിൻ്റെ ജലം എന്നൊക്കെ അതിനർത്ഥം പറയാറുണ്ട് കേട്ടോ. പഴയ വികാരിച്ചൻ പറഞ്ഞതനുസരിച്ച് കേരളത്തിൽ പണ്ട് ഹന്നാൻ വെള്ളം വാഴ്ത്തിയിരുന്നത് മൈലാപ്പൂരിലെ മാർ തോമാസ് ലിഹായുടെ കബറിടത്തിൽ നിന്ന് കൊണ്ടുവരുന്ന മണ്ണ് ചേർത്താണെന്നാണ് ഞാൻ അറിഞ്ഞത്. നമ്മൾ മലയാളികൾ ഇതിനെ ഹന്നാൻ വെള്ളമെന്നും അന്നാൻ വെള്ളമെന്നും ഒക്കെ പറയാറുണ്ട്. ഇതുപോലെ ഹാ കാരം ആ കാരമാകുന്നതിന് പല തെളിവുകളുമൊക്കെ ഉണ്ട്. ഹന്ന എന്ന വാക്കാണല്ലോ അന്നയായി തീർന്നത്. നിങ്ങളിൽ അന്ന എന്നും ഹന്ന എന്നും പേരുള്ളവരേക്ക് ഒന്ന് മെൻഷൻ ചെയ്തേരെ. പിൽക്കാലത്ത് വൈദികർ റൂഷ്മ ചെയ്ത അല്ലെങ്കിൽ വെഞ്ചിരിച്ച ഈ വെള്ളമാണ് പുണ്യജലമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഒട്ടുമിക്ക എല്ലാ ശുശ്രൂഷകളിലും ഹന്നാവെള്ളം ഉപയോഗിക്കാറുണ്ട്. ലതീഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് ഹന്നാവെള്ളം തെളിക്കുമ്പോൾ അത് ദേഹത്ത് വീഴുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്. വീണില്ലെങ്കിൽ ഒരു വിഷമവും. നിങ്ങളൊക്കെ ഓർക്കുന്നില്ലേ, പണ്ട് കാലത്ത് പള്ളിയിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട്, ചാവുദോഷങ്ങളിൽ നിന്നെല്ലാം പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഹന്നാൻ വെള്ളത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നതും തങ്ങളുടെ മേൽ അടയാളപ്പെടുത്തുന്നതുമൊക്കെ പതിവായിരുന്നു. കൊറോണ വന്നൊരു സമയത്ത് ഇതൊക്കെ സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. മിക്ക പള്ളികളിലും ഇപ്പോഴും ഇതൊന്നും തുടങ്ങിയിട്ടില്ലെന്നാണ് കേട്ടത്. ഏതായാലും ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ഇത് ചെയ്യാറുണ്ട്. നിങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.